ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുഴക്കാതെ പരത്താം പത്തിരിക്ക് പൊടി വാട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് എന്ന നിരക്കിൽ വെള്ളം ചേർക്കണം. വെള്ളം തിളപ്പിക്കണം. ഒരു കുക്കറിലാണ് തിളപ്പിക്കേണ്ടത്. കുക്കറിൽ വെള്ളം തിളച്ചാൽ അതിലേക്ക് പൊടിക്കാവശ്യമായ ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം ആണ് കണക്ക് കേട്ടോ. അങ്ങനെ വെച്ച് കുക്കറിൽ വാട്ടുക. ഒന്നിങ്ങോട്ട് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കാതെ തന്നെ കുക്കർ അടച്ചു വെക്കണം. എന്നിട്ട് ഒരു മണിക്കൂർ അടച്ചു വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് തുറന്ന് പൊടിയെടുത്താൽ അത് ഇങ്ങോട്ട് തട്ടിയിട്ടാൽ ഒന്നങ്ങോട്ട് തട്ടി ഉരുട്ടിയെടുത്താൽ തന്നെ നന്നായി നമ്മൾ കുഴച്ച് സോഫ്റ്റായ മാവ് പോലെ ആയി കിട്ടും. അപ്പം തന്നെ നമുക്കത് ഉരുട്ടിയെടുത്ത് ഉരുട്ടി പത്തിരി പ്രസ്സിൽ മാത്രം അമർത്തി കൊടുത്താൽ മതി. കുക്കറിൽ ഇങ്ങനെ വാട്ടി വെച്ചിട്ട് 1 മണിക്കൂറായി. പത്തിരി നമ്മൾ പ്രസ്സിൽ അമർത്തി പൊടിയിൽ മുക്കിയെടുത്താൽ മതി. ഇതെന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അതിനായി ദുആ ചെയ്യുന്നു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ഇങ്ങോട്ട് പൊടി ഉരുട്ടിയെടുത്ത് ആ പ്രസ്സിൽ എണ്ണ തേച്ചിട്ടാണ് നമ്മൾ സാധാരണ പരത്താറ്. ഈ പൊടിക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊടി വാട്ടിയപ്പോൾ എണ്ണ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ മതി. എന്നിട്ട് ഇതും കൂടിയും കിട്ടും. പ്രസ്സിൽ പൊടി എണ്ണ തേക്കാതെ തന്നെ അമർത്തിയാൽ ഫുള്ളൊരു പത്തിരിൻ്റെ വട്ടത്തിൽ നമുക്ക് പരന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ പൊടി തട്ടാനും എളുപ്പമാണ്, ചുട്ടെടുക്കാനും എളുപ്പമാണ്. എണ്ണയാൽ കുറേ പൊടി കഴിയുമ്പോൾ പറ്റി പിടിച്ചെടുക്കും. അത്തരം ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് പത്തിരി വേഗത്തിൽ പരത്തി ചുട്ടെടുക്കാം. പരത്താൻ നിൽക്കണ്ട, ഒരുപാട് കുഴച്ച് നിൽക്കണ്ട, ഒക്കെ വേഗത്തിൽ തന്നെ തീർന്ന് കിട്ടും. ഇനി ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. എല്ലാം പ്രസ്സിൽ അമർത്തി നല്ലോണം പരത്തിയെടുത്തതുപോലെ തന്നെ വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടിയില്ലാത്ത പത്തിരിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും